ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. അന്തർജലം തദനു സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണരസാതലസ്ഥാനാകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ആ സമുദ്രത്തിനുള്ളിലേക്ക് എടുത്ത് ചാടുന്നതിന് മുൻപുള്ള രൂപമാണ് വർണ്ണിച്ചത്. ഇനിയും ഭഗവാൻ ചാടിയതിന് ശേഷം ആ സമുദ്രത്തിനുള്ളിലെ രംഗങ്ങളാണ് നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന വാക്കുകളിലൂടെ ഇവിടെ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് അതൊന്നും നോക്കാം, അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അന്തർജലം. അന്തർജലം എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ ഉള്ളിലേക്ക്. തദനു. തദനു എന്നാൽ അനന്തരം. ഭഗവാന് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞപ്പോൾ സങ്കുല നക്രചക്രം. സങ്കുല എന്നാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചീറിപ്പായുന്ന നക്ര. നക്രം എന്നാൽ മുതലയാണ്. മുതലകളുടെ ചക്രം. ചക്രം എന്നാൽ കൂട്ടം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെ ചീറിപ്പായുന്ന മുതലകളുടെ കൂട്ടമാണ് ഭഗവാൻ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത്. പിന്നെയോ ഭ്രാമ്യത്തിമിംഗലകുലം. ഭ്രാമ്യത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? തിമിംഗിലകുലം. തിമിംഗലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന തിമിംഗലങ്ങളുടെ കുലം. കുലം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്. അപ്പോൾ തിമിംഗലങ്ങളുടെ കൂട്ടം അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ കലുഷോർമിമാലം. ഊർമിമാലം എന്നാൽ തിരമാലകളാണ്. കലുഷോർമിമാലം വളരെ കലുഷമായിട്ട് ഇളക്കി മറിയുന്ന തിരമാലകളുടെ ഒരു മാലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് കാണുക, അതിൻ്റെ ഒരു സമൂഹത്തിനെ. അപ്പോൾ അങ്ങനെയുള്ള തിരമാലകളുടെ സമൂഹം, വളരെ കലുഷമായിരിക്കുന്ന സമുദ്രമായിരുന്നു എന്ന് കാണിക്കുകയാണ്. ആ തിരമാലകൾ വളരെ തിരമാലകൾക്ക് പോലും കാലുഷ്യം നമുക്ക് കാണാം. അങ്ങനെയുള്ള തിരമാലകളുടെ സമൂഹത്തോടു കൂടിയ ആ ജലത്തിലേക്ക് ഭഗവാനാകട്ടെ ആവിശ്യ. ആവിശ്യ എന്നാൽ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു, പ്രവേശിച്ചിട്ട് ഭീഷണരവേണ. രവം നമുക്കറിയാം, ശബ്ദം. ഭീഷണരവം നമ്മൾ ആദ്യമേ പറഞ്ഞു. വരാഹാവതാരം എടുത്തപ്പോൾ തന്നെ ഭഗവാൻ വളരെ ഘോരമായി ഗർജിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആ ഭയങ്കരമായ ഗർജനങ്ങളാൽ രസാതലസ്ഥാനാകമ്പയൻ. രസാതലസ്ഥാൻ ആകമ്പയൻ. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രസാതലസ്ഥാനാകമ്പയൻ. രസാതലസ്ഥാൻ എന്ന് പറഞ്ഞാൽ രസാതലത്തിൽ വസിക്കുന്നവരായിട്ടുള്ള ആളുകൾ, അവിടെ വസിക്കുന്നവരെ ആകമ്പയൻ. ആകമ്പയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിറപ്പിക്കുക, കമ്പനം കൊള്ളിക്കുക. അങ്ങനെ വിറപ്പിക്കുന്ന വസുമതീം അഗവേഷയസ്ത്വം. വസുമതീം അഗവേഷയഃ ത്വം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വസുമതീം അഗവേഷയസ്ത്വം. വസുമതീം എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയെ. വസുമതി ഭൂമിയാണ്. വസുമതീം ഭൂമിദേവിയെ അഗവേഷയ. അഗവേഷയ എന്നാൽ അന്വേഷിച്ചു തുടങ്ങി. ആര്? ത്വം. അല്ലയോ നിന്തിരുവാടിയായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ഭൂമിദേവിയെ അന്വേഷിച്ചു തുടങ്ങി. ഇപ്പോൾ ഭഗവാന് വളരെ ശീഘ്രം തന്നെ ഇപ്പോൾ എവിടെ എത്തി? രസാതലത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലേ? ഇവിടെ പറഞ്ഞത് രസാതലത്തിലുള്ളവരെ വിറപ്പിച്ചുകൊണ്ട് ഭഗവാന് അവിടെയൊക്കെ ഭൂമിദേവിയെ അന്വേഷിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഭൂമിദേവിയുടെ മുകളിലായിക്കൊണ്ട് നമ്മൾ ആ 14 ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മുൻപുള്ള ദശകത്തിൽ പറഞ്ഞിരുന്നു അല്ലേ? ഭൂമിക്ക്
താഴേക്ക് 7 ലോകങ്ങളും ഭൂമിക്ക് മുകളിലേക്ക് 6 ലോകങ്ങളുമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ താഴേക്കുള്ള ലോകമാണ് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. അതായത് ഏറ്റവും താഴെയുള്ള പാതാളത്തിന് തൊട്ടു മുകളിലുള്ളതാണ് രസാതലം എന്ന് പറയുന്നത്. അതേസമയം ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളാണ് നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന ജനലോകവും തപോലോകവും സത്യലോകവും ഒക്കെ അല്ലേ. നമുക്കറിയാം ഭൂമിക്ക് മുകളിലാണ് അന്തരീക്ഷ ലോകം, പിന്നെ സ്വർഗം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞത് ഭഗവാൻ ആ അവതാരം കൊണ്ടപ്പോൾ തന്നെ ഈ 3 ലോകങ്ങളിലുള്ളവരുടെയും കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും ഉള്ളവരൊക്കെയും ഭഗവാനെ അത് കണ്ടിട്ട് ആ ഘോര ഗർജനം കേട്ട് ഭയന്നു എന്നായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ നോക്കൂ, ഏറ്റവും മുകളിലുള്ള ലോകത്തിലുള്ളവരെയും വിറപ്പിച്ച്, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് പോലും ഭഗവാനെ അങ്ങയുടെ ഈ ഗർജനത്തിൽ, അല്ലെങ്കിൽ ഭഗവാൻ അവതാരം കൊണ്ട് ആ രൂപം വലുതായിക്കൊണ്ടിരിക്കുമ്പോഴത്തെ ആ ഗർജനം കേട്ടപ്പോൾ തന്നെ ഈ 3 ഏറ്റവും നമ്മുടെ ഊർധ്വലോകങ്ങളിൽ ഏറ്റവും മുകളിലുള്ള സത്യലോകത്തിലും തപോലോകത്തിലും ജനലോകത്തിലും ഉള്ളവർ പോലും വിറച്ചു. അതവരെ വല്ലാതെ ഭയപ്പെടുത്തി എന്ന് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അത് ഭഗവാന്റെ മായയാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഭഗവാനെ ആ അത്യത്ഭുതത്തോടു കൂടി അവർ പിന്നെ ഭഗവാന്റെ ഈ ലീലകളെ നോക്കിക്കാണുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇനിയും ഭഗവാന് ഈ ചെമ്പിച്ച സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന കോപത്താൽ അങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന രോമങ്ങളോടുകൂടിയ ശരീരവും വാലുമുള്ള ഭഗവാൻ തൻ്റെ വട്ടം ചുറ്റുന്ന കണ്ണുകളുമായി മുനിമാരെ പ്രീതിപ്പെടുത്തിയ ശേഷം ആ കടക്കണ്ണിലൂടെ ഭഗവാന്റെ ആ ഒരു എത്തിയ മുനിമാരെ സന്തോഷിപ്പിച്ചതിന് ശേഷം ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയ ഭഗവാന് ചുറ്റുമായിട്ട് വട്ടം കറങ്ങിക്കൊണ്ട് മുതലക്കൂട്ടങ്ങൾ, അതുപോലെ തന്നെ തിമിംഗലക്കൂട്ടങ്ങൾ, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന തിമിംഗലക്കൂട്ടങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന മുതലക്കൂട്ടങ്ങൾ, ഇവയുടെയൊക്കെ നടുവിലൂടെ ആ കലുഷമായി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തിരമാലകളെ ഭേദിച്ചുകൊണ്ട് ഭഗവാൻ നോക്കൂ, ഈ അധോലോകങ്ങൾ 7 ഉള്ളതിൽ ഏറ്റവും താഴെയുള്ള പാതാളത്തിൻ്റെ തൊട്ടുമുകളിലുള്ള രസാതലത്തിലേക്ക് ഭഗവാൻ വളരെ ശീഘ്രം തന്നെ പാഞ്ഞെത്തി. ഒരു പക്ഷേ ഈ മുതലക്കൂട്ടങ്ങളും തിമിംഗലക്കൂട്ടങ്ങളുമൊക്കെ ഭഗവാനെ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം നുകരാൻ വേണ്ടി ഓടി വന്ന് അങ്ങയെ പ്രദക്ഷിണം വെക്കുകയായിരുന്നില്ലേ? അങ്ങയുടെ ആ ഒരു സാന്നിധ്യം ആ ജലത്തിൽ അറിഞ്ഞ, അല്ലെങ്കിൽ അങ്ങയിൽ തന്നെയാണ് ഈ സമുദ്രം ഉൾപ്പെടെ എല്ലാം കുടികൊള്ളുന്നത്, നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ ആ ഭാരം താങ്ങാൻ സമുദ്രത്തിനാകാതെ അതിലെ തിരമാലകൾ പോലും വിറച്ചുകൊണ്ടാവാം. ആ കാലുഷ്യം എന്നതിനേക്കാളേറെ അതൊരു പക്ഷേ ഭഗവാനെ അങ്ങയുടെ ഭാരത്തെ താങ്ങാനാവാതെ അത് വിറങ്ങലിച്ചു പോയതാവില്ലേ? അങ്ങനെയുള്ള ആ സമുദ്രത്തിൽ തീർച്ചയായും ആ സമുദ്രത്തെ കോരിത്തരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിലെ തിരമാലകളെ ഇത്രയധികം വിറങ്ങലിപ്പിക്കണമെങ്കിൽ, അതിൽ ചലനങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ ഭഗവാനെ ഈ വന്ന വരാഹരൂപം ഒരു നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മുതലക്കൂട്ടങ്ങളും തിമിംഗലക്കൂട്ടങ്ങളുമൊക്കെ അങ്ങയുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നിരിക്കില്ലേ? ഏതായാലും ഇവിടെ കവിഭാവനയിൽ, ഇവിടെ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ കാഴ്ചപ്പാടിൽ, അല്ലയോ ഭഗവാനെ, അവയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറയുന്നു. അങ്ങയുടെ ആ ഭാവത്തിൻ്റെ രൗദ്രത കാണിക്കുകയാണിവിടെ ചെയ്തിട്ടുള്ളത് സംപൂജ്യനായ ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അങ്ങനെ അവിടുന്ന് നേരെ അധോലോകത്തിലെ ഏറ്റവും താഴേക്ക് തൊട്ടുമുകളിലുള്ള രസാതലത്തിൽ അവിടുന്ന് എത്തിച്ചേർന്നു. അവിടെ എത്തിയിട്ട്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ഒരു ഘോരമായ ഗർജനം കൊണ്ട് ആ രസാതലത്തിലുള്ളവരെ ആകെ വിറപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ ഭയന്നു വിറച്ചു. അങ്ങനെയുള്ള ആ രസാതലത്തിലെത്തി. അല്ലയോ ഭഗവാനെ, അങ്ങ് ഭൂമിദേവിയെ അന്വേഷിക്കുവാൻ തുടങ്ങിയല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
അന്തർജലം തദനു സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണരസാതലസ്ഥാനാകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. ഇനിയും ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അന്തർജലം, അവിടെ ജ കൂട്ടക്ഷരമായതുകൊണ്ട് കുറച്ച് കട്ടിയിൽ വായിക്കുക. പിന്നെ അടുത്തത് സങ്കുല നക്രചക്രം, അതൊക്കെ ചേർത്ത് തന്നെ വായിക്കണം. ഭ്രാമ്യത്തിമിംഗിലകുലം അതും ചേർത്ത് വായിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ വരിയുടെ അവസാനം രസാതലസ്ഥാനാകമ്പയൻ, അത് ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ ഇനിയും തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രസാതലസ്ഥാൻ എന്നെടുത്തുകൊണ്ട് ആകമ്പയൻ എന്ന് താഴത്തെ വരി വായിക്കുക. കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതിൻ്റെ അടുത്ത വാക്കിലും വസുമതീമഗവേഷയസ്ത്വം, അവിടെയും അത് ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. വസുമതീമഗവേഷയസ്ത്വം, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അഗവേഷയാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.